നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഇന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസ ജയന്തി. ഭാരതീയ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. ആത്മീയ ചിന്തയ്ക്ക് പുത്തൻ നിർവചനങ്ങൾ നൽകിയ സന്യാസി ശ്രേഷ്ഠനായിരുന്ന പരമഹംസരുടെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ലൗകിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗദാധരൻ സദാ പ്രാർത്ഥനയിൽ മുഴുകി കഴിയുകയായിരുന്നു. 17-ാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വീട്ടുകാരുടെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങി ശാരദാദേവിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഭദ്രകാളി ഉപാസകനായ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കാളി മാതാവായി സങ്കല്പിച്ചു. സദാ ഈശ്വരചിന്തയിൽ മുഴുകിയിരുന്ന ശാരദാദേവിക്ക് പരമഹംസർ ദൈവതുല്യനായിരുന്നു. അതിനാൽ തന്നെ ദേവി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി ജീവിതം നയിച്ചു. 1866 പരമഹംസർ ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിൽ പൂജാരിയായി. ശ്രീരാമകൃഷ്ണദേവനെ തേടിയെത്തുന്ന ജിജ്ഞാസുക്കൾക്ക് താൻ ദർശിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായ സത്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊടുത്തു. ദൈനംദിന ജീവിതത്തിലും ഈശ്വര അന്വേഷികൾക്കും ആശ്വാസവും മാർഗദർശനവുമായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞുകൊടുത്ത ഓരോ കഥകളും അനുഭവങ്ങളും. 1886 ഓഗസ്റ്റ് 16 ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി. അദ്ദേഹത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കാൻ ശിഷ്യരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദൻ്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ ഗംഗാനദിയുടെ തീരത്ത് ബേലൂരിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ മഠം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനവ സേവയുടെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും മഹാപ്രസ്ഥാനമായി ഇന്നും നിലകൊള്ളുന്നു. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. कोन्धो यो कार्यरतः को बधिरो यो हितानि न शृणोति को मूको य काले प्रियाणि वक्तुं न जानाति कोन्धो यो कार्यरतः को बधिरो यो हितानि न शृणोति को मूको य काले प्रियाणि वक्तुं न जानाति. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 53-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ആരാണ് അന്ധൻ എന്ന ചോദ്യത്തിന് ആചാര്യൻ പറയുന്നത് ചെയ്യരുതാത്തതിൽ തൽപരനായി കഴിയുന്ന ആളാണ് അന്ധൻ എന്നാണ്. ആരാണ് ബധിരൻ എന്ന ചോദ്യത്തിന് പറയുന്നതാകട്ടെ ഹിതവാക്യങ്ങളെ കേൾക്കാത്തവനാണ് ബധിരൻ എന്നും. ഇതിനെ വ്യാഖ്യാനിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു
ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 21-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിലൊടുവിൽ, അതായത് 53-ാമത്തെ ചോദ്യമായിട്ട് കഹ അന്ധഃ, ആരാണ് അന്ധൻ, കണ്ണ് കാണാത്ത ആളാര്, ഇതാണ് ചോദിച്ചത്. അതിൻ്റെ സമാധാനം യഹ അകാര്യരതഃ, ചെയ്യരുതാത്തത് തന്നെ ചെയ്ത് ജീവിക്കുന്നവൻ, അഥവാ ചെയ്യരുതാത്തതിൽ തന്നെ തത്പരനായി കഴിയുന്നവനാണ് അന്ധൻ. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, കോ ബധിരഃ, കഹ ബധിരഃ, ആരാണ് ബധിരൻ? ചെവി കേൾക്കാത്ത ആൾ, കേൾവിശക്തി ഇല്ലാത്ത ആൾ, അതാണ് സാമാന്യമായി ബധിരൻ. അപ്പോൾ ആരാണ് കേൾവിയില്ലാത്ത ആൾ? ഇതാണ് ചോദ്യം. സമാധാനം യോ ഹിതാനി ന ശൃണോതി, ആര് ഹിതങ്ങളെ കേൾക്കുന്നില്ലയോ അവനാണ് ബധിരൻ. ഹിതങ്ങളെ എന്ന് പറഞ്ഞാൽ ഹിതവാക്യങ്ങളെ. അപ്പം നമുക്ക് ഹിതകരങ്ങളായ വാക്യങ്ങൾ, അവ പ്രിയമായിക്കൊള്ളണമെന്നില്ല. പ്രിയമായിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല, മിക്കവാറും പ്രിയമാവില്ല. നമുക്ക് അനായാസേന സുഖകരമായി നമ്മുടെ മനസ്സിന് യോജിക്കുന്ന വിധമുള്ള വാക്യം വേറൊരാൾ പറഞ്ഞാൽ അത് പ്രിയമായിരിക്കും. പക്ഷെ അത് പലപ്പോഴും അനർത്ഥമായിരിക്കും. ഹിതവാക്യങ്ങൾ പ്രിയമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും ഹിതം കേൾക്കാൻ തൽപരരല്ല, പ്രിയമാണ് കേൾക്കാൻ തൽപരർ. മഹാഭാരതത്തിലും വാൽമീകീയ രാമായണത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ഹി പഥ്യസ്യ വക്താ ശ്രോതാ സുദുർലഭ എന്ന്. അല്ലയോ രാജാവേ, പ്രിയം പറയുന്നവർ ധാരാളം പേരുണ്ടാവും, പ്രിയം പറഞ്ഞുകൊണ്ട് കൂടെ കൂടുന്നവർ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അപ്രിയമായ ഹിതത്തെ പറയുന്നവരും ചുരുങ്ങും, കേൾക്കുന്നവരും ചുരുങ്ങും. കാരണം എല്ലാവരും, ഭൂരിഭാഗം പേരും പ്രിയം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രിയമല്ല നമ്മൾ കേൾക്കേണ്ടത്, ഹിതമാണ്. എന്താണോ നമ്മുടെ ജന്മത്തെ സഫലമാക്കി തീർക്കുന്ന, എന്താണോ നമ്മുടെ ജീവിതത്തെ ധർമ്മമാർഗത്തിലുള്ളതാക്കി തീർക്കുന്നത്, അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്. അമ്മ, അച്ഛൻ, ആചാര്യന്മാർ, അതുപോലെ സുഹൃത്തുക്കൾ എല്ലാം നമുക്ക് ഹിതം പറഞ്ഞു തരും. അങ്ങനെ ഹിതം അവർ പറഞ്ഞു തരുമ്പോൾ അത് അനുസരിക്കാനുള്ള ഭാവന പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. കാരണം നമുക്ക് പ്രിയമാണ് ഇഷ്ടം. അങ്ങനെ ഹിതോക്തികളെ കേൾക്കാത്തതാരാണോ അവരാണ് ശരിക്ക് കേൾവിശക്തി ഇല്ലാത്തവർ, ബധിരന്മാർ. ഇനി അമ്മ, അച്ഛൻ, ആചാര്യന്മാർ, അതുപോലെ സുഹൃത്ത് ജനങ്ങൾ എന്നിവർ നമുക്ക് തരുന്ന ഹിതോക്തി അല്ലാതെ മറ്റൊന്നിനെ കൂടി ഹിതോക്തി എന്ന് പറയാം. അതായത് വിദ്വാൻമാരായി, ധർമ്മ സംസ്ഥാപകന്മാരായി, ശാസ്ത്ര പ്രചാരകന്മാരായി, ശുദ്ധ ആചരണങ്ങളിലേക്കും മറ്റും സമാജത്തെ പ്രവർത്തിപ്പിക്കുന്നവരായി ധാരാളം സജ്ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അവർ പ്രവചനങ്ങൾ നൽകും, അവർ സദ്വാർത്തകളെ പ്രചരിപ്പിക്കും, അങ്ങനെ സഞ്ചരിക്കും. അതാണ് അവരുടെ ദൗത്യം, അതാണ് അവരുടെ ജീവിതം. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഭാഷണങ്ങളും ഹിതോക്തികളാണ്. അത്തരം ഹിതോക്തികൾ എവിടെ കേൾക്കാൻ അവസരമുണ്ടോ അവിടെ പോയി കേൾക്കണം. ഈ സമൂഹത്തിൽ വിദ്വാൻമാരുടെ, തത്വദർശികളുടെ, ധർമ്മിഷ്ഠരുടെ, അങ്ങനെയൊക്കെ പറയാം, സദ്വിഷയങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ, അത് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം.
നേയം സജ്ജനസംഗേ ചിത്തം എന്ന് ശങ്കരാചാര്യസ്വാമികൾ തന്നെ അന്യത്ര പറയുന്നുണ്ട്. സജ്ജനങ്ങളുടെ സംഘത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഘടിപ്പിക്കണമെന്ന്. അപ്പോൾ സാഹചര്യമുണ്ടായിട്ടും അത്തരം ഹിതോക്തികൾ കേൾക്കാൻ പോകാത്തവർ, അവരെയാണ് ബധിരരെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ബധിര ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, കോ മൂക്കഹ, മൂക്കൻ ആരാണ്? അപ്പോൾ സാമാന്യമായി ലൗകിക ഭാഷയിൽ മൂക്കൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണ്, സംഭാഷണ ശേഷിയില്ലാത്തവൻ. അപ്പം ഇവിടെ വിശേഷമായ ചോദ്യമാണ്, ആരാണ് മൂക്കൻ? മറുപടി, യഹ കാലേ പ്രിയാണി വക്തും ന ജാനാതി. കാലത്തിൽ പ്രിയങ്ങളെ പറയുവാൻ അറിയാത്തവനാരോ അവനാണ്. കാലത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം യഥാസന്ദർഭത്തിൽ. നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരോടാണല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിലാണ് അവരോട് പ്രിയമായി ഹിതമായി നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സംഭാഷണം അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ, അതാണ് കാലേ, നമ്മുടെ സംഭാഷണം അനിവാര്യമായ ഒരു സന്ദർഭം. അത്തരം സന്ദർഭം വന്നു ചേരുമ്പോൾ മൗനം അവലംബിക്കുന്നവൻ, മിണ്ടാതിരിക്കുന്നവൻ, അവനാണ് വാസ്തവത്തിൽ മൂക്കൻ. അല്ലാതെ വർത്തമാനം പറയാത്തവനല്ല മൂക്കൻ. അതുകൊണ്ട് പറയുകയാണ്, യഹ കാലേ, യാതൊരാൾ കാലത്തിൽ പ്രിയാണി വക്തും ന ജാനാതി, പ്രിയങ്ങളായി പറയാൻ അറിവില്ലാത്തവൻ, പ്രിയങ്ങളായ വാക്യങ്ങളെ പറയാൻ അറിവില്ലാത്തവൻ. അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അപ്രിയമായ ഭാഷയിലായിരിക്കും പറയുക, അതെല്ലാവരെയും അകറ്റും. അപ്പോൾ പ്രിയമായത് പറയുന്ന ആളാരോ അവനാണ് വാക്പടു. ആരങ്ങനെ ചെയ്യുന്നില്ലയോ അവൻ മൂക്കനാണ്. ഇതാണ് അന്ധൻ, ബധിരൻ, മൂക്കൻ എന്നിവയ്ക്ക് വിശേഷമായുള്ള വിശദീകരണം. നോക്കൂ, കിം ദാനമനാകാംക്ഷം കിം മിത്രം യോ നിവാരയതി പാപാത് കോലങ്കാരശീലം കിം വാചാം മണ്ഡനം സത്യം. കിം ദാനമനാകാംക്ഷം കിം മിത്രം യോ നിവാരയതി പാപാത് കോലങ്കാരശീലം കിം വാചാം മണ്ഡനം സത്യം. ഇവിടെ 4 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അവയെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. പുരൈവ പുംസാവധൃതോ ധരാജ്വരോ ഭവത്പിരംശൈർ യദുഷൂപജന്യതാം സയാവദുർവ്യാ ഭരമീശ്വരേശ്വര സ്വകാലശക്ത്യാ ക്ഷപൻശരേത് ഭുവി. പുംസ പുരുഷനാൽ, ധരാജ്വര ഭൂമിയുടെ സന്താപം, ഭൂമിയുടെ ദുഃഖം, പുരായേവ മുമ്പ് തന്നെ, അവധൃത ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മാവ്, മറ്റുള്ളവരൊക്കെ, ഭൂമിദേവി, ശിവഭഗവാൻ എല്ലാവരും ചേർന്ന് ഭൂമിയുടെ ദുഃഖത്തെ, രാജാക്കന്മാരുടെ അധാർമിക പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് ധരിക്കപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു ആര്? വിഷ്ണു ഭഗവാൻ. ഭവദ്ഭിഹി നിങ്ങളാൽ, യദുഷു യദുക്കളിൽ, അംശേഹി അംശങ്ങളെക്കൊണ്ട്, ഉപജന്യതാം ഉപജനിക്കപ്പെടണം. ഈശ്വരേശ്വര സർവേശ്വരനായ സ അവൻ, സ്വകാലശക്തിയ തൻ്റെ കാലശക്തി കൊണ്ട്, ഉർവ്യ ഭൂമിയുടെ ഭാരത്തെ, ക്ഷപയെ നശിപ്പിക്കുന്നവനായിട്ട്, ഭുവി ഭൂമിയിൽ, യാവത് ഏതുവരെ ചരസഞ്ചരിക്കും. ഇവിടെ ഭഗവാൻ അവതരിക്കുമെന്നുള്ള കാര്യം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് പറഞ്ഞത്. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപ്പര ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. വസുദേവ ഗൃഹേ, വസുദേവൻ്റെ ഗൃഹത്തിൽ, പരപുരുഷ, പരഹപുരുഷ ഉത്തമ പുരുഷനായ സാക്ഷാത് ഭഗവാൻ,
ശ്രീനാരായണ ഭഗവാൻ ജനിഷ്യതേ ജനിക്കും, തത്പ്രിയാർത്ഥം അവൻ്റെ പ്രിയത്തിനായിക്കൊണ്ട് സുരസ്ത്രീയ ദേവസ്ത്രീകൾ സംഭവന്തു സംഭവിക്കട്ടെ. ഇവിടെ ഭഗവാൻ വസുദേവഗൃഹത്തിൽ ജനിക്കുമെന്നും അവിടെ പുരുഷന്മാരായിട്ട് ദേവന്മാരും സ്ത്രീകളായിട്ട് ദേവസ്ത്രീകളും ജനിക്കുവാനിടവരട്ടെ എന്ന് പറഞ്ഞു. വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാദേവോ ഹരേ പ്രിയ ചികീർഷയാം. സ്വരാട് എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി, ഈശ്വരൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ സ്വരൂപത്താൽ തന്നെ ശോഭിക്കുന്നവനും സഹസ്രവദന 1000 മുഖമുള്ളവനും വാസുദേവകല വസുദേവൻ്റെ അംശഭൂതനും ആയ അനന്തഹ ആദിശേഷൻ എന്നു പേരുള്ള ദേവൻ ഹരേഹ വിഷ്ണുവിന് പ്രിയ ചികീർഷയായി ഇഷ്ടത്തെ ചെയ്യാനുള്ള ആഗ്രഹത്താൽ ആഗ്രഹത മുമ്പിൽ തന്നെ, അതായത് ജ്യേഷ്ഠനായി തന്നെ ആര് ആദിശേഷൻ ജനിക്കും. ഭഗവാന്റെ ജ്യേഷ്ഠനായി രാമനായി ആദിശേഷൻ ജനിക്കുമെന്നാണ് പറയുന്നത്. ഭവിതാ ഭവിക്കും. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടപ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. യാതൊരുത്തിയാ ജഗത്ത് ലോകം സമ്മോഹിതം ഏറ്റവും മോഹിക്കപ്പെടുന്നു. ഭഗവതി സർവശക്തി പരിപൂർണയായ വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ മായ പ്രഭുണ ഭഗവാനാൽ ആദിഷ്ട കൽപ്പിക്കപ്പെട്ടതായിട്ട് അംശേന അംശം കൊണ്ട് കാര്യാർത്ഥേ കാര്യത്തിന് വേണ്ടി സംഭവിഷ്യതി തനിക്കും. മായാദേവി ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് എന്തു ചെയ്യും? തൻ്റെ അംശത്തിൽ നിന്ന് കാര്യനിർവഹണത്തിനായിട്ട് അവതരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ശ്രീശുകോ ഉവാച എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത്യാദിശ്യാം അമരഗണാൻ പ്രജാപതി പതിർവിഭു ആശ്വാസ്യച മഹീം ഗീർഭി സ്വധാമ പരമം യയോ. പ്രജാപതികളുടെ നാഥനായ വിഭു ബ്രഹ്മാവ് അമരഗണാൻ ദേവസംഘങ്ങളോട് ഇതി ഇപ്രകാരം ഉപദേശിച്ചിട്ട് മഹീം ഭൂമിയെ ഗീർഭി വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് പരമം ഉത്കൃഷ്ടമായ സ്വധാമം തൻ്റെ സ്ഥാനത്തെ യൗ പ്രാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ദുഃഖഭാരം ഒഴിവാക്കാനായിട്ട് ഭൂമിദേവി ഉൾപ്പെടെ ബ്രഹ്മദേവൻ, ഭഗവാൻ ശിവൻ ഇങ്ങനെ എല്ലാവരും ചേർന്ന് വിഷ്ണു ഭഗവാന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മറ്റുള്ള ദേവതകളും ഭഗവാന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാർക്കും ശക്തിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത് ശിവനെ ആരാധിക്കുന്ന ഭക്തരുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്ന ഭക്തരുണ്ട്, സുബ്രഹ്മണ്യൻ്റെ ഉണ്ട്, ഗണപതിയുടെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത ദേവതകളെയൊക്കെ ആരാധിക്കുന്നവർക്ക് അതാത് ദേവതകളുടെ ഉപാസന ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ മറ്റ് ദേവതകളെല്ലാം വിഷ്ണു ഭഗവാന്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഭേദചിന്തകളൊന്നുമില്ല. ഏത് ദേവതകളെയും ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവതകളെയും ഉപാസിക്കേണ്ടത് അത്യുത്തമം തന്നെയാണ്. ഒരു സ്വാർത്ഥബുദ്ധിയും അതിനകത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും ഈശ്വരഭക്തരായിട്ടുള്ളവരുടെ അന്ധക്കരണം, മനസ്സെന്ന് പറയുന്നത് ശുദ്ധമായിരിക്കും. എല്ലാത്തിനെയും ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട. എല്ലാ ദേവതകളുടെയും ശക്തിവിശേഷത്തെ അറിയുവാൻ അവരെ ഭജിക്കുന്നത് ഉത്തമം തന്നെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി തൊട്ട് മറ്റേത് കുറഞ്ഞു ഇത് കൂടി എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
പ്രഭാതപുഷ്പപരാഗം ചൂടി പ്രദക്ഷിണം വയ്ക്കും വലാഹകങ്ങളെ നിങ്ങൾ ദക്ഷിണമൂകാംബിയിലേക്കോ മടങ്ങിയതുവഴി വരുമോ വന്നാൽ പ്രസാദമേകാമോ പ്രകാശമായി വാഗീശ്വരിയരുളും പ്രസാദമേകാമോ പ്രഭാതപുഷ്പപരാഗം ചൂടി പ്രദക്ഷിണം വയ്ക്കും വലാഹകങ്ങളെ നിങ്ങൾ ദക്ഷിണമൂകാംബിയിലേക്കോ മടങ്ങിയതുവഴി വരുമോ വന്നാൽ പ്രസാദമേകാമോ പ്രകാശമായി വാഗീശ്വരിയരുളും പ്രസാദമേകാമോ വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ വെള്ളത്താമര നിലയനമതിലായി വെണ്മ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ ആപദമധുരം ആമയരഹിതം ആ മൃദുഗാനതരംഗിണികൾ നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ വാഗർത്തങ്ങളിണക്കിയുണർത്തും ആരണ ചതുരം ആലോകം മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ മനനാമൃതമൊരു വാങ്മയ സുകൃതം